വെറുതെ വീട്ടിൽ വൈകുന്നേരം ബോറടിച്ചിരുന്നപ്പോഴത്തേക്ക് ഏട്ടൻ പറഞ്ഞു വാ നമുക്ക് കയാക്ക് എടുത്തിട്ടൊന്ന് കറങ്ങാൻ പോകാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ കായലിൻ്റെ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും കയാക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി കേട്ടോ. ഈവനിങ് ആകുമ്പോഴത്തേക്കും നമ്മുടെ കായലിൽ പടർന്ന് കിടക്കുന്ന പായൽ ഇപ്പുറത്തെ കരയിലോട്ട് വരും കേട്ടോ. രാവിലെ മൊത്തം അപ്പുറത്തെ കരയിലാണെങ്കിൽ വൈകുന്നേരം മൊത്തം ഇങ്ങോട്ടാണ് വരുന്നത്. പായലും പുല്ലും എല്ലാം കൂടി പിടിച്ചിട്ട് ആകനാശക്കോട്ടയായിട്ട് കിടപ്പുണ്ട് കേട്ടോ. ഈ ഒരു കുറച്ച് വിടവിൻ്റെ അവിടെ ഏട്ട ഇവിടെ നിന്നിട്ടൊരു മീനിനെ കണ്ടുപിടിച്ചു കേട്ടോ. അതാണ് എനിക്ക് സൂം ചെയ്ത് കാണിച്ചു തരുന്നത്. പക്ഷെ ഞാൻ നോക്കിയിട്ട് ഒന്നും കണ്ടില്ല. ഏട്ടൻ പറഞ്ഞത് തലയിൽ പൊക്കി നിൽപ്പുണ്ട്, നീ നോക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ നോക്കിയിട്ട് ഒരു കുന്തും എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചൂണ്ട എടുത്തിട്ട് വരാമെന്നൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ വിളിച്ചും കൊണ്ട് നേരെ അപ്പുറത്തെ കടവിലോട്ട് പോയി. അവിടെ ഒരു മാവിൽ നിറച്ച് മാങ്ങ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ പറഞ്ഞു എറിഞ്ഞ് തള്ളിയിടാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കിപ്പോൾ മാങ്ങ കഴിക്കേണ്ട മൂടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ പായൽ സ്പ്രെഡായി കിടക്കുന്നത് അതിലിപ്പോൾ പൂ പൂത്തിട്ടുണ്ട് കേട്ടോ. നല്ല ലാവൻഡർ കളറിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. പക്ഷേ എൻ്റെ പുറകെ കാണുന്നില്ലേ, അത് ഫുള്ള് നല്ല ക്ലിയർ വാട്ടർ ആയിരുന്നു കേട്ടോ. നമ്മുടെ വെള്ളയണിക്കായലിൻ്റെ ഒരു പോർഷനാണേ. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഭംഗിയെല്ലാം നശിച്ച് പോയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമാണ് കേട്ടോ. കുറേ നാൾക്ക് മുമ്പ് എല്ലാവരും കൂടെ ക്ലീൻ ചെയ്തതാണ്. പക്ഷേ ഇതങ്ങോട്ട് പൂർണ്ണമായിട്ട് നശിച്ച് പോകുന്നില്ല കേട്ടോ. അതിൻ്റെ വേര് കിടന്നിട്ട് വീണ്ടും പടരും.